ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചാപ്റ്റർ 3 പഠിച്ചു കഴിഞ്ഞു. മെട്രിസസിൻ്റെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അടുത്ത് നമുക്ക് പഠിക്കാനിരിക്കുന്നത് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4-ൽ നമ്മൾ മെട്രിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന മെട്രിസസിൽ പലതരത്തിലുള്ള മെട്രിസസ് ഉണ്ടായിരുന്നു. ഇതിൽ റെക്റ്റാങ്കുലർ മെട്രിക്സ് ഉണ്ട്, കോളം മെട്രിക്സ് ഉണ്ട്, റോ മെട്രിക്സ് ഉണ്ട്, സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അങ്ങനെ തുടങ്ങി മെട്രിസസുകളുണ്ട്. അതിൽ സ്ക്വയർ മെട്രിക്സിന് കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. അതായത് സ്ക്വയർ മെട്രിക്സിലാണ് ഡയഗണൽ മെട്രിക്സ് വരുന്നത്, സ്കെയിലാർ മെട്രിക്സ് വരുന്നത്, ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്നത്, അങ്ങനെ വന്നിട്ട് സിമ്മട്രിക്, സ്ക്യൂ സിമ്മട്രിക്, അങ്ങനെ മെട്രിക്സസ് ഒക്കെ വന്നു. ഇവിടെ ആ സ്ക്വയർ മെട്രിക്സിന് തന്നെ നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ മെട്രിക്സിൻ്റെ മുകളിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിക്കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് വാല്യൂ സ്ക്വയർ മെട്രിക്സിന് ഏതൊരു സ്ക്വയർ മെട്രിക്സിനും നമുക്ക് കൊടുക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ഡിറ്റർമിനൻസ് എന്നുള്ള പേര് ആ എക്സ്പ്രഷന് വന്ന് എന്നുള്ളത് ഒരു യാദൃശ്ചികമാണ്. എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ആ വാക്കർത്ഥം വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അതിനൊന്ന് വിശകലനം ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഡിറ്റർമിനൻറ്റ് അല്ലെങ്കിൽ ഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക എന്നുള്ള ഒരർത്ഥമാണുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് പരിഗണിക്കാൻ പറ്റും. എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ്, സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു കൊണ്ടുവരാം. അപ്പം ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻസ് ആണ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 ഒരു ഇക്വേഷൻ, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2 വേറൊരു ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി. അതായത് ഇവിടെ കോഎഫിഷ്യൻറ്റ് 1, ഇവിടെ കോഎഫിഷ്യൻറ്റ് 1, അപ്പോൾ 1/1 കിട്ടും. മറ്റേത് 1/-1 കിട്ടും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കും. ഈ കേസിൽ നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈൻസാണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പം ഈ സംഭവത്തിന് നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ 1 - 1 1 × -1 കിട്ടും. എന്നിട്ട് 1 × 1 കിട്ടും. അപ്പോൾ 1 × -1 നോട്ട് ഈസ് ഈക്വൽ ടു 1 × 1 എന്ന് കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ. അതായത് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. 1 × -1 എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. ദെൻ ഈ 1 × 1 മൾട്ടിപ്ലൈ ചെയ്ത് മറുവശത്തേക്ക് എടുത്താൽ ഇതും കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന -2 എന്നുള്ള വിലയാണ്. ആ വാല്യൂ 0-ന് ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തും പറയാം, ഇത് നോട്ട് ഇൻ്റർസെക്റ്റിംഗ് ആണെന്ന് പറയാം, ഇൻ്റർസെക്റ്റിംഗ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ തന്നെ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ എക്സ്പ്രഷനിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ സ്ട്രൈറ്റ് ലൈൻ ഇൻ്റർസെക്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളതൊന്നും പഠിക്കല്ല നമ്മൾ ആവശ്യം. ഇവിടെ മെട്രിക്സസ് ആണ് നമ്മൾ ആവശ്യം. അപ്പം നമ്മൾ ഇതിനെ മെട്രിക്സുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ അർത്ഥം ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വാല്യൂ 6-4 കിട്ടുക. അതിനെ ജോമെട്രിക്കായിട്ട് അപ്രോച്ച് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. 6-4 എന്നുള്ള സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. അപ്പോൾ നമ്മൾ വീണ്ടും ആ എക്സ്പ്രഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് പറഞ്ഞതിന് എക്സ്പ്രഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ നമ്മൾ നോക്കാം. നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻ്റെയും മെട്രിക്സ് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എന്താ അങ്ങനെ എഴുതിക്കൊണ്ട് അർത്ഥാക്കുന്നത്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × x + 1 × y എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ എന്നായി. എക്സ് പ്ലസ് വൈയുടെ 10. അതായത് നിങ്ങൾക്കറിയാം, രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10. ഇവിടെ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷനെ മെട്രിക്സ് ഇക്വേഷനിലേക്ക് മാറ്റി. ഇനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണിത്. ഈ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ആണ് നമ്മൾ ആ റിസൾട്ടിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. ഏത് റിസൾട്ടിന് വേണ്ടിയിട്ട്? നമ്മൾ തന്നിരിക്കുന്ന ലൈന് ഇൻ്റർസെക്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്കതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക നോക്കാം. അതായത്
അത് സ്ക്വയർ മെട്രിക്സ് ആണ്. ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് 1ഉം -1ഉം. ഇവിടെ ഓഫ് ഡയഗണൽ എലമെൻ്റ് ആണ് 1ഉം 1ഉം. അപ്പോൾ നമുക്ക് അത് എക്സ്പ്രഷൻ ഇങ്ങനെ വരും. 1 × -1 -1 × 1 എടുത്താൽ -2. ഇത് തന്നെയായിരുന്നു നേരത്തെ കോഎഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഈ മെട്രിക്സിലേക്ക് മാറ്റാൻ പറ്റി. ആ മെട്രിക്സിൻ്റെ വാല്യൂ അനുസരിച്ച് കൊണ്ട് അത് ഇൻ്റർസെക്റ്റിംഗ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റി, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റി. ആ അർത്ഥത്തിൽ തന്നെ ആവണം ഇതിന് ഡിറ്റർമിനൻ്റ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം ഈ എക്സ്പ്രഷൻ. അപ്പം ഇതാണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടി എടുത്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ വേറൊരു സിസ്റ്റം ഇക്വേഷൻ നോക്കാം. x + y-ഉം 2x + y + 2 = 10ഉം. ഈ രണ്ട് ഇക്വേഷനും ഇൻ്റർസെക്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാം. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നോട്ട് ഇൻ്റർസെക്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. =0 എന്ന് കിട്ടും. അപ്പോൾ നോ സൊല്യൂഷൻ എന്ന് കിട്ടും. ഇതിൻ്റെ ജോമെട്രിക് ഇക്വേഷന് ഇങ്ങനെ അവിടെ ജോമെട്രിക് ആയിട്ട് വരുന്നാൽ കിട്ടുന്ന ലൈൻ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻ്റർസെക്റ്റിംഗ് അല്ല എന്ന് കിട്ടും. നമുക്ക് ഇനി അതിനെ മെട്രിക്സിലേക്ക് മാറ്റിയാൽ ഇങ്ങനെയാണ് മെട്രിക്സ് കോഫിഷ്യൻ്റ് കിട്ടുക. കോഫിഷ്യൻ്റ് മെട്രിക്സ് 1 1 2 2 എന്ന് കിട്ടും. ഇനി അതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് വരും? 1 × 2 -2 × 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതാണ് ആ മെട്രിക്സിനെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ മെട്രിക്സിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വാല്യൂ ആണത്. ആ വാല്യൂ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കാൻ പറ്റുന്നത് ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മെട്രിക്സിൻ്റെ വാല്യൂ ആണ്. സ്ക്വയർ മെട്രിക്സിൻ്റെ ആ വാല്യൂ ആണ്. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത വാല്യൂ ആണ്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇതിൻ്റെ പേരാണ് ഡിറ്റർമിനൻ്റ് എന്നുള്ളത്. ഇതുതന്നെയാണ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്ത് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്? ഡിറ്റർമിനൻ്റ് കാണാൻ വേണ്ടിയിട്ട്. അതായത് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആസ് എ സൊല്യൂഷൻ ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഒരു ഡിറ്റർമിനേഷൻ പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡിറ്റർമിനൻ്റ് എന്നുള്ള പേര് കൊടുക്കാൻ കാരണം ഈ എക്സ്പ്രഷന്. അപ്പോൾ ദിസ് എക്സ്പ്രഷൻ ഡിറ്റർമൈൻസ് ദ സിസ്റ്റം ഓഫ് ആസ് എ സൊല്യൂഷൻ ഓർ നോട്ട് എന്ന് നമുക്ക് കിട്ടുന്നു. നമുക്ക് ഈ കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ കാര്യം ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. അവിടെ വെച്ചുകൊണ്ട് മെട്രിക്സ് ഇക്വേഷനിലേക്ക് വന്നുകൊണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷന് ആസ് എ സൊല്യൂഷൻ ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും ഡീപ്പായിട്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ റിസൾട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഡിറ്റർമിനൻറ്റിനെ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ മെട്രിക്സ് 1 1 1 -1. അതിൻ്റെ വാല്യൂ -2 ആണ്. എന്താ നമ്മൾ അതിന് വേണ്ടി ചെയ്തത്? ഡയഗണൽ എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഓഫ് ഡയഗണൽ എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് -2 എന്നുള്ളത് കിട്ടി. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ 1 1 2 2 എന്നായിരുന്നു. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ് 1 × 2 -2 × 1 എടുത്തുണ്ടാവും. അപ്പോൾ 0 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ -2 ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. അപ്പം ഇതാണ് ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഇത് നമുക്കൊരു യുണീക്ക് വാല്യൂ ആണ് തരുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ അസൈൻ എ യുണീക്ക് വാല്യൂ. ആ യുണീക്ക് വാല്യൂവിനാണ് ഡിറ്റർമിനൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളൊക്കെ കിട്ടിയിരിക്കുന്ന വാല്യൂ യുണീക്കാണ് എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ മെട്രിക്സിലെ എലമെൻറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് വാല്യൂ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ആ വാല്യൂ ആരെപ്പോൾ ചെയ്താലും നമുക്ക് ആ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വില മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ യുണീക്ക് എന്ന് വിളിക്കും. യുണീക്ക് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചുള്ള റിലേഷൻ ഫംഗ്ഷൻ പ്രകാരം ഇതിനെ നമുക്ക് എന്തിലേക്ക് ബന്ധപ്പെടുത്താൻ പറ്റും? ഫംഗ്ഷനാണെന്ന് ബന്ധപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഗിവ്സ് എ യുണീക്ക് ഇമേജ് ഫോർ ഈച്ച് എലമെൻറ്റ് ഓഫ് ദി സെറ്റ് ഓഫ് സ്ക്വയർ മെട്രിക്സസ് എന്ന് കിട്ടും. ആ അർത്ഥത്തിൽ ഇതിനെ എന്ത് വിളിക്കാം? ദെയർഫോർ ഡിറ്റർമിനൻ്റ് ഈസ് എ ഫംഗ്ഷൻ എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുക നോക്കാം. ഫംഗ്ഷൻ എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക നോക്കാം. ഫംഗ്ഷൻ ആകുമ്പോൾ രണ്ട് സെറ്റ് വേണം. ഒരു എക്സ് എന്ന്, അതായത് ഡൊമൈനിലൊരു സെറ്റും കോഡൊമൈൻ എന്നുള്ള സെറ്റും. ഇവിടെ എക്സ് എന്നുള്ളതാണ് ഡൊമൈനായിട്ടുള്ള സെറ്റ് എടുത്തത്, വൈ ആണ് കോഡൊമൈനായിട്ട് എടുത്തത്. ഈ ഡൊമൈനുള്ള സെറ്റിന് എന്താ വിളിച്ചത്? സ്ക്വയർ മെട്രിസസിൻ്റെ സെറ്റാണ്. വൈ എന്നുള്ളത് എന്തായിട്ടെടുത്തു? നമ്മൾ കോംപ്ലക്സ് നമ്പറോ റിയൽ നമ്പറോ ആയിട്ട് തൽക്കാലം എടുത്തു. വൈ എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് സ്ക്വയർ മെട്രിസസിൻ്റെ സെറ്റ് ABCD. ഒരു 4 സെറ്റാണ് എടുത്തത്. ഒരു പക്ഷേ 1/1 ആവാം, ഒരു പക്ഷേ 3/3 ആവാം, ഏതായാലും വേണ്ടില്ല. ഇതൊക്കെ സ്ക്വയർ മെട്രിസസിൻ്റെ
സ്ക്വയർ മെട്രിസസ് ആണ് എക്സ് എന്നുള്ള സെറ്റുള്ളത്. ഈ വൈ എന്നുള്ള സെറ്റുള്ള കോംപ്ലക്സ് നമ്പറാണ്. അതിന് ഏതാനും വാല്യൂസ് മാത്രം ഞാൻ ഇവിടെ എഴുതി വെച്ചാണ്. എയുടെ ഡിറ്റർമിനൻറ്റ്, ബിയുടെ വാല്യൂ, ഡിറ്റർമിനൻറ്റ് ബി, സിയുടെ ഡിറ്റർമിനൻറ്റ് സി, ഡിയുടെ ഡിറ്റർമിനൻറ്റ് ഡി. ഈ എക്ക് ഒരൊറ്റ യുണീക്ക് വാല്യൂ കിട്ടുള്ളൂ ഡിറ്റർമിനൻറ്റ് എ, ബിക്ക് ഒരു വാല്യൂ കിട്ടുള്ളൂ ഡിറ്റർമിനൻറ്റ് ബി. ഒരു പക്ഷേ എയുടെ വാല്യൂയും ബിയുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂയും സെയിം ആവാം, അത് പ്രശ്നമല്ല. പക്ഷേ യുണീക്ക് ആയിരിക്കും അതിൻ്റെ വാല്യൂ. എക്ക് ഒരൊറ്റ വാല്യൂ കിട്ടുള്ളൂ, ബിക്ക് ഒറ്റ വാല്യൂ കിട്ടുള്ളൂ, യുണീക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ റിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഡിറ്റർമിനൻറ്റ് ഈസ് എ ഫങ്ഷൻ എന്നും പറയാനുണ്ടായ കാരണതാണ്. ഏതായാലും നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഡിറ്റർമിനൻറ്റിനെ ഫങ്ഷനായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്, വാല്യൂസ് ആയിട്ടാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ക്വയർ മെട്രിക്സ് എപ്പോഴും എന്താണ്, റോയും കോളവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, റോയുടെ വിലയോ കോളത്തിൻ്റെ വിലയോ അത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഓർഡർ 1 എന്ന് പറയുമ്പോൾ 1/1 പകരം ഓർഡർ 1 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു എക്സാമ്പിളാണ് എ എന്നുള്ളൊരു മെട്രിക്സ്, 1/1 മെട്രിക്സ് ആണ്. ആ ഡിറ്റർമിനൻ്റ് എ കൊടുത്താൽ എന്താ വരിക? ഇതിലുള്ള എലമെൻറ്റിനെ പുറത്ത് എഴുതുക, അതാണ് ഡിറ്റർമിനൻ്റ് എ. നോക്കണം, ഡിറ്റർമിനൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്, ഡിറ്റ് എ എന്ന്. ഡിറ്റ് എ എന്നാണ് ഡിറ്റർമിനൻറ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് 1/1 മെട്രിക്സ് ആണ്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എ ആണ്. നോക്കുക, വേറൊരു മെത്തേഡ് ഡിറ്റർമിനൻറ്റിനെ സൂചിപ്പിക്കാൻ ഇങ്ങനെയാണ്. മോഡ് എ എന്ന് വായിക്കരുത്, അത് രണ്ട് വെർട്ടിക്കൽ ലൈനിനിടയിലുള്ള എ എന്നുള്ള മെട്രിക്സിൻ എ എന്നുള്ള ലെറ്റർ എഴുതി അതിനെ ഡിറ്റർമിനൻ്റ് എ എന്നാണ് വിളിക്കുന്നത്. ഡിറ്റർമിനൻ്റ് എ ഓർ ഡിറ്റർമിനൻ്റ് ഇങ്ങനെയാണ് വായിക്കേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 5 എന്നുള്ളതാണ് എ എന്നുള്ള മെട്രിക്സ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ത് വരും നോക്ക്? 5 ആണ് ഇതിലുള്ള എലമെൻ്റ് തന്നെ. ഇനി മോഡല്ലത്, ഉദാഹരണമായിട്ട് എ എന്നുള്ളത് മെട്രിക്സ് -2 ആണ്. അങ്ങനെ ആകുമ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്താ വരിക? വെറും -2 ആണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള എലമെൻ്റാണ് ഇവിടെ എടുത്ത് എഴുതുന്നത്, -2. ഡിറ്റർമിനൻ്റ് എ = -2 എന്ന് വരും. മോഡായിരുന്നുവെങ്കിൽ എന്താണ്? ഈ മൈനസ് ഉണ്ടാവില്ലല്ലോ. മോഡിന് എപ്പോഴും പ്ലസ് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മോഡ് എന്നല്ല അർത്ഥം, ഡിറ്റർമിനൻ്റ് എന്നാണ് അർത്ഥം. അത് 1/1 മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ള എലമെൻ്റ് എന്തോ അത് തന്നെയാണ് ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഡിറ്റർമിനൻ്റ് ഓഫ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതാറ് A11, A12, A21, A22 എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡിറ്റർമിനൻ്റ് എടുത്താൽ A11 × A22 - A21 × A12 എന്നാണ്. ഇങ്ങനെയാണത് കാണുന്നത്. അതായത് ഡയഗണൽ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക, അപ്പോഴാണ് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കണം എക്സാമ്പിൾ, അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. A = 3, 2, 1, 4 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമെന്ന് കരുതിക്കോ. ഡിറ്റർമിനൻറ്റ് A = 3 × 4 - 1 × 2 എന്നാണ്. 3 × 4 - 1 × 2 എന്നാണ് എന്താ? 12 - 2 = 10 എന്നാണ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. B = 2 - 3 - 2, 4 എന്നാണ്. നമ്മളിവിടെ എന്താ ചെയ്യുക? ഡയഗണൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഡയഗണൽ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 2 × 4 എന്ന് വരും. എന്നിട്ട് നമ്മൾ പറയുക ഇതുപോലൊരു മൈനസ് ഇടും, എന്നിട്ട് -2 × -3 എന്ന് എഴുതും. ഇതാ, അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2 × 4 -2 × -3. നോക്കണം, ഈ -2 ബ്രാക്കറ്റിൽ എഴുതി, -3 ബ്രാക്കറ്റിൽ എഴുതി. ഇതിൻ്റെ മൈനസ് അല്ല ഇവിടെ ഉള്ളത്, ഇവിടെ നമ്മൾ വേറെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ഈ മൈനസ്. അപ്പോൾ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ 8 - 6 = 2 എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ, ഡിറ്റർമിനൻ്റ് ബി കണ്ടുപിടിച്ചു. 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഈ സ്ലൈഡ് നോക്കിക്കൊണ്ട് നോട്ട് എഴുതണം. നോട്ട് എഴുതിയിട്ട് അത് സ്വന്തം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി വീണ്ടും പഠിക്കണം. എന്നിട്ട് ഞാനിവിടെ ഹോംവർക്ക് തരും, അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ അസൈൻ എ യുണീക്ക് വാല്യൂ കാൾഡ് ഡിറ്റർമിനൻറ്റ്. ഏതൊരു സ്ക്വയർ മെട്രിക്സിനും നമുക്കൊരു യുണീക്ക് വാല്യൂ കണ്ടുപിടിക്കാം, അതിനെ ഡിറ്റർമിനൻ്റ് എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെ യുണീക്ക് വാല്യൂ കിട്ടുന്നത് കൊണ്ട് ഈ ഡിറ്റർമിനൻറ്റിനെ എന്തും വിളിക്കാം? ഫങ്ഷൻ എന്നാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ഫങ്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? സ്ക്വയർ മെട്രിക്സിൻ്റെ സെറ്റിൽ നിന്ന് എന്താണ്
കോംപ്ലക്സ് നമ്പറിൻ്റെയോ റിയൽ നമ്പേഴ്സിൻ്റെയോ സെറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. യുണീക്ക് വാല്യൂ ആയതുകൊണ്ട് അതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 1/1 മെട്രിക്സിൻ്റെയും 2/2 മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂസ് ആണ്. അതെങ്ങനെയാണ് കാണുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എന്നുള്ളത് മെട്രിക്സ് എ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് എ = ഇതിൻ്റെ അകത്തുള്ള എലമെൻ്റ് ആണ്. ഇനി 2/2 ആണ് മെട്രിക്സ് എങ്കിൽ ഇങ്ങനെ 2/2 2 റോസും 2 കോളംസുള്ള മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് കാണുന്നത് ഡയഗണൽ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ആ വാല്യൂ കണ്ടുപിടിക്കാനുള്ള സൂത്രം. അപ്പം ഇത് നമ്മൾ പുതിയ ഭാഗത്തേക്ക് പോവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. അതായത് മെട്രിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാഖയാണ്, മാത്തമാറ്റിക്സിൻ്റെ ഒരു ടൂളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് മനസ്സിലായി പോകണം. ഇപ്പം ബേസ് മുതൽച്ച് പഠിച്ചു പോവുക. അപ്പോൾ എങ്കിലേ നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാൻ പറ്റും. തന്നെയല്ല മെട്രിക്സ് ഡിറ്റർമിനുള്ള ഭാഗത്തുനിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ്. പ്രത്യേകം കൊമേഴ്സുകാർക്ക് ഈ ഭാഗത്തുനിന്ന് കൂടുതൽ ചോദ്യം വരും. ഏറ്റവും വെയിറ്റേജ് കൊടുക്കുന്ന ഭാഗമാണ് മെട്രിക്സും ഡിറ്റർമിനൻറ്റും. മെട്രിക്സിനേക്കാൾ കൂടുതൽ ചോദ്യം ഡിറ്റർമിനൻ്റ് ഉണ്ടാവുക. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ഭാഗം പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് എളുപ്പം മനസ്സിലാവും. പക്ഷേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ടൈം ഒരുപാട് കൺസ്യൂം ചെയ്തു പോകും. എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ടൈം മാനേജ്മെൻറ്റിൽ വലിയ പ്രശ്നം വരുന്ന ഭാഗമാണ്. കാൽക്കുലേഷനാണ്, അതുകൊണ്ട് ചെയ്തെത്താൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ 2 പ്രോബ്ലം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാനുള്ളതാണ്, ഹോംവർക്കാണ്. എ ബി 2 ഇങ്ങനെ ഇവാലുവേറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തന്നിട്ടുണ്ട്. 1ഉം 2 ആണത്. അപ്പം ഇതിൻ്റെ വാല്യൂം നിങ്ങൾ നോട്ട്ബുക്കിൽ കണ്ടുപിടിച്ച് വെക്കണം. എല്ലാവരും നോട്ട്ബുക്ക് എഴുതണം. ഞാൻ എൻ്റെ പ്ലാൻ പ്രകാരം അടുത്ത 3/3 കൂടി എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരോടും നോട്ട് കംപ്ലീറ്റ് ആയതോട് നിങ്ങളെ വാട്സപ്പിൽ പ്രതികരണം ചോദിക്കും. അതായത് നിങ്ങൾ നമ്പർ ഇടേണ്ടി വരും നിങ്ങളെ. എന്നിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിട്ട് നിങ്ങളെ നോട്ട് നോക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ കോൾ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നിങ്ങളെ നോട്ട്സ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്തിരിക്കണം. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയവർ ഈ പ്രോബ്ലം ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങളെ പേരും നമ്പറും ക്ലാസ്സും എഴുതിയിട്ട് ഈ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് 4 പ്രോബ്ലംസാണ് ഉള്ളത്. ഇനി ഞാൻ അടുത്തത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു.